ആദ്യം തന്നെ ഒരു സവാള അരിഞ്ഞ്, അതായത് ചിക്കൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ചിക്കൻ ഇല്ലാതെ വെച്ച് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം. അതായത് ചിക്കനിക്കോ ബീഫിനോ പകരം നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക. അപ്പോൾ ഒരു 2 ഉരുളക്കിഴങ്ങും ഒരു സവാള, കുറച്ച് ഉള്ളി, പച്ചമുളക്, ഒരു പച്ചമുളക്, പിന്നെ തക്കാളി, ഇതെല്ലാം കൂടി അടിച്ച മങ്ങിപ്പോയേ ഗ്ലാസ് ഉണ്ടോ, ഇതെല്ലാം കൂടി അടിച്ച മിക്സഡ് നമ്മൾ ഓയിലിൽ വാട്ടും. ഉപ്പിടും, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. സവാളയും തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി, അതായത് ചുവന്നുള്ളി, അതായത് കൊച്ചുള്ളി, അതും കൂടി മിക്സിയിൽ അടിച്ചിട്ട് അതിലേക്കിടും. സവാള പച്ചമുളകും ആദ്യം തന്നെ ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റും. ഉപ്പിടും. അതിന് ശേഷമാണ് ഈ മിക്സഡ് അരച്ചത് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് അത് നല്ലവണ്ണം പച്ചമണം മാറിക്കഴിയുന്ന വരെ നമ്മൾ വഴറ്റുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം ഇടണ്ട, ഇറച്ചി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചിട്ടാൽ മതി. നമ്മൾ വഴറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റുക, വെളുത്ത് കൊടുക്കുക. നമ്മൾ സിമ്മിലിടുക കേട്ടോ. എന്നുവെച്ചാൽ നെയ്യൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു ഇത്തിരി ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. ഓയിലോ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓയിൽ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് വഴന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, നമുക്ക് മസാലകളിടാം. നമുക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റാണോ ബീഫിൻ്റെ ടേസ്റ്റാണോ എന്ന് ഇഷ്ടമുള്ള പോലെ ഇടുക. ഇത് ഞങ്ങൾക്ക് ബീഫ് മതി. ബീഫിൻ്റെതായതുകൊണ്ട് ബീഫ് മസാല എടുക്കുക. ഉണ്ട് ഇറച്ചി മസാല എടുത്ത് അതായത് 2 സ്പൂണ് ഇറച്ചി മസാല, പിന്നെ മസാല. അത് കഴിഞ്ഞിട്ട്